ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെറിയ യാത്രയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പോകുന്നത് തിരൂരിലെ മറ്റത്തൂരിലേക്കാണ്. ചേച്ചിയെ കാണാനാണ് പോകുന്നത്. ഞാനും അമ്മയും ഗണേശനും കൂടിയിട്ടാണ് പോകുന്നത്. 3 മണിക്കൂർ നീണ്ട യാത്രയാണെങ്കിലും NH-66 യാത്ര വളരെ മനോഹരമായിരുന്നു. നല്ല സുഖമായിട്ട് തോന്നി. അങ്ങനെ മറ്റത്തൂരിലുള്ള വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു കേട്ടോ. നേരെ ഫ്രണ്ടിൽ പാടം, പിന്നെ നല്ല ഭംഗിയിൽ ഫുള്ള് ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ. ഇതാണ് കേട്ടോ നമ്മുടെ സോനു. പിന്നെ ഇതാ മോൾ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓൾറെഡി അവിടെ പച്ചക്കറിയായിട്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ആ ചിക്കനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അത് കഴിഞ്ഞ് ഈ സോപാനത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു ഇവിടെ. അവിടുത്തെ പാടവും ശുദ്ധവായുവും ഒക്കെ ആസ്വദിച്ച് സമയം പോയത് അറിഞ്ഞു. നമ്മൾ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴത്തേക്കും സന്തോഷേട്ടനും നവിചയും പിന്നെ പിള്ളേരൊക്കെ കൂടെ വന്നു കേട്ടോ. അപ്പോൾ വീട് നിറയെ കുട്ടികളായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി അനന്തോനെയും ബബ്ലുവിനെയും കൊണ്ടുപോകാത്ത കേട്ടോ. അവരെ ഞാൻ കുറേ വിളിച്ചതാണ് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് യാത്ര ചെയ്യാൻ ഇത്ര ദൂരം വരണ്ടേ എന്നുള്ള മടിക്ക് അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് കേട്ടോ. ഒക്കെ മൊബൈൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സോനുവിൻ്റെ അടുത്ത് ഗണേശനും കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചു. പിന്നെ അവരങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ഇവിടെ ഇരുന്ന് പിള്ളേരിങ്ങനെ മൊബൈലിൽ കുത്തി കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് പോയിട്ടോ. ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമുക്ക് മോളി ചേച്ചി ചക്ക തന്നു, മാങ്ങ തന്നു, കുറെ പുളി തന്നു. ഇവരെല്ലാവരും കൂടെ ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി അവർ വരാത്തത്. അവരുണ്ടായിരുന്നെങ്കിൽ അവർക്കും കളിക്കായിരുന്നല്ലോ. അവിടെ ഇങ്ങനെ നിന്ന് കളിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. പിന്നെ ഇതേപോലെ കുട്ടികളുമില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അനന്തവും ബബിളും വരാത്തത് എനിക്ക് വീണ്ടും ഒരു വിഷമം തോന്നി. കണ്ടപ്പോൾ കുറച്ചു നേരം ഗണേശേട്ടൻ അവരുടെ കൂടെ കളിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പം ഇവരൊക്കെ ഓടുന്നുണ്ടേ. നമ്മൾ വീഡിയോ കൊണ്ടുവരും, ഇവരെല്ലാവരും ഓടും. പിന്നെ മോളി ചേച്ചിയുടെ ലോട്ടസ് ആണ്. അതിൽ 2-3 മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനും ഒക്കെ കൂടെ അവിടെ കളിക്കുന്നുണ്ട്. നമ്മൾ പോരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. 5:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങണം. എന്നാലേ നമുക്ക് ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇറങ്ങെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പോകണം. അപ്പോൾ അത് ആ പുളി കേട്ടോ, മോളി ചെയ്ത് തന്ന പുളിയാണ്. പുളി കിട്ടി. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ മാങ്ങ കിട്ടി, ചക്ക കിട്ടി. അപ്പം ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇതൊക്കെ ചക്ക കിട്ടാനായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. എവിടെയും ചക്ക കിട്ടാനില്ലായിരുന്നു. അപ്പം ഇതാണ് ആദ്യമായിട്ട് കിട്ടുന്ന ചക്ക. അപ്പം ഇത് പഴുപ്പിക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അതാണ് ലോട്ടസിൽ മുട്ടുണ്ട് എന്ന് കാണിച്ചു തരാണ് ചേച്ചിട്ടാ. 3 മുട്ടുണ്ടേ. അപ്പോൾ ഇത് തന്നെ ഉണങ്ങിയിട്ട് വീണ്ടും തന്നെ പൊടിച്ചു വന്നതെന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്നായിരുന്നു കേട്ടോ.